ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഇപ്പോൾ വലിയൊരു പ്രക്ഷോഭം നടത്തിയിട്ടും കാര്യമില്ല എന്ന ചിന്ത പ്രതിപക്ഷത്തിനുള്ളതുപോലെ അങ്ങനെ ഒരു വ്യാഖ്യാനം വരികയാണ് രാഹുൽ ഗാന്ധിയുടെ അഭാവം. പക്ഷേ രാഹുൽ ഗാന്ധി ഇല്ല എന്ന് വെച്ച് പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധങ്ങൾക്ക് കുറവ് വന്നിട്ടുണ്ടോ? മറ്റു രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടല്ലോ. ഇപ്പോൾ യു പിയിൽ തന്നെ സമാജ്വാദി പാർട്ടിയുണ്ട് മുൻനിരയിൽ. ഇങ്ങനെ രാഹുലിൻ്റെ അഭാവം പ്രകടമാകുന്നുണ്ടോ? നമ്മൾ ഇവിടെ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ തോന്നുമെന്നല്ലാതെ. അല്ല, രാഹുൽ ഗാന്ധിയുടെ അഭാവം പ്രകടമാകുന്നത് തന്നെയുണ്ട്. ഇവിടെ നീറ്റ് വിഷയം, അയോധ്യ വിഷയം, ഇതുപോലെയുള്ള പല വിഷയങ്ങളും കൊടുമ്പിരി കൊള്ളുമ്പോൾ രാഹുൽ ഗാന്ധി ഈ ട്വിറ്ററിലും അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടലുകൾ ഒഴിച്ചാൽ അദ്ദേഹം കോട്ടയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ അതിനപ്പുറം അദ്ദേഹം നിരന്തരമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്നില്ല. അത് ജൂൺ 17-ാം തീയതിയാണ് ഈ ജനവികാരം സർക്കാരിനെതിരെ തിരിക്കാൻ പറ്റാത്തത്. ഇവിടെ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഈ യുവാക്കളുടെ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന രീതിയിൽ അതിനൊരു മാനിഫെസ്റ്റേഷൻ കിട്ടിയത് തന്നെ ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ പരാജയമാണ് എന്നതിൻ്റെ തെളിവാണ്. അതിൽ ഈ യുവാക്കളെയൊക്കെ പലതരത്തിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന, ഇൻസ്റ്റാഗ്രാമിൽ കൂടിയൊക്കെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ആ വിഷയത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ ആ വിഷയത്തിൽ യുവാക്കളുടെ ശബ്ദമായി മാറാൻ കഴിയാത്തതാണ്. ഇവിടെ ഒരു പുതിയ പാർട്ടി, അതൊരു പാർട്ടിയാണോ, അതൊരു സാർക്കാസമാണോ, അതെന്താണ്? ഇപ്പോൾ ജന്തർ മന്ദറിൽ പ്രതിഷേധമുണ്ട്, അവിടെ ആൾക്കാർ കുറവാണ്. പക്ഷെ അപ്പോഴും അവർക്കൊരു പ്ലാറ്റ്ഫോമായി വരാൻ കഴിയുകയും ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പുതിയ സമൂഹത്തിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ കോക്രോച്ച് ജനതാ പാർട്ടി വരികയും ഇവിടെ ഡിഫാക്റ്റോ ഇവിടെ ശരിക്കുള്ള പ്രതിപക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ ആ പ്രതിപക്ഷത്തിൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് അത് കഴിയാതിരിക്കുകയും ചെയ്യുന്നത് തന്നെ അതിൽ നിന്ന് തന്നെ കാര്യം വളരെ വ്യക്തമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് വലിയ രീതിയിൽ അദ്ദേഹം വർക്കഹോളിക്കാണ്, എല്ലാം ശരിയാണ്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശരിക്കും വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ കഷ്ടിച്ച് കടന്നുകൂടിയ ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അന്ന് അവസാന നിമിഷം നിതീഷ് കുമാറിനെ ഇന്ത്യ സഖ്യത്തിൽ പിടിച്ചു നിർത്തിയിരുന്നെങ്കിൽ, ബീഹാർ തൂത്തുവാരിയിരുന്നെങ്കിൽ, ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെ അതുകൂടാതെ ഉത്തർപ്രദേശിലെ അജിത് സിംഗിൻ്റെ പാർട്ടിയെ ഉൾപ്പെടെ തടുത്തു നിർത്തിയിരുന്നെങ്കിൽ റിസൾട്ട് മറ്റൊന്നാകുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ അടുത്ത തവണയും 2029-ലും തിരിച്ചു വരണം എന്ന് വിചാരിക്കുന്ന BJPക്ക് അവർക്ക് 3/2 ഭൂരിപക്ഷത്തിലേക്ക് ഇവിടെ ഭരണഘടന തന്നെ മാറ്റിയാലാണ് ഇനിയിപ്പോൾ നരേന്ദ്രമോദി ചിരഞ്ജീവി അല്ലല്ലോ, ഇനിയിപ്പോൾ അടുത്ത ഒരാൾ വരുമ്പോൾ അയാൾക്ക് ജയിക്കാൻ പറ്റുകയില്ല എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നാണ് BJPയുടെ ഭരണഘടന മാറ്റി അവിടെ 3/2 ഭൂരിപക്ഷം ഉണ്ടാക്കി ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് തന്നെ ജയിക്കാവുന്ന തരത്തിലുള്ള ഒരു റീകോൺഫിഗറേഷൻ ഇന്ത്യയിലെ പാർലമെൻറ്റ് സീറ്റുകളിൽ നടത്താൻ ഇരിക്കുന്ന ആ ഒരു കളിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ മിസ്സിംഗ് ഇൻ ആക്ഷൻ ആകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരം. ഇവിടെ ഓരോ പാർട്ടികളായിട്ട് ചിഹ്ന ഭിന്നമാക്കിക്കൊണ്ടിരിക്കുകയാണ് BJP. ആദ്യം തൃണമൂൽ കോൺഗ്രസിനെ, അതിനു മുൻപ് തന്നെ ആം ആദ്മി പാർട്ടിയെ, ശിവസേനയെ, ഇപ്പോൾ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് പവാറിന് ഒരു തവണ പിളർത്തിയതാണ് വീണ്ടും പിളർത്തുക, ശിവസേനയും ഇതിനു മുൻപ് ഒന്ന് പിളർത്തിയതാണ് വീണ്ടും പിളർത്തുക. കോൺഗ്രസിനെ തന്നെ ഇവർ അറ്റാക്ക് ചെയ്യില്ല എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ 99 പേരിൽ 3/2 66 പേരെ അടർത്തിയെടുക്കുക അത്ര എളുപ്പമല്ല. എത്രയും ഈ കോടികൾ എത്ര കൊടുത്താലും, അതായത് ഒരു MPക്ക് 50 കോടി എന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പണം ഇവരുടെ കയ്യിലുണ്ട്. പക്ഷേ ആ പണം കൊടുത്താൽ പോലും 66 പേരെ പിളർത്താൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യ ബോധത്തിൽ മറ്റ് ചെറിയ പാർട്ടികളെ പിളർത്തിക്കൊണ്ട് ഇപ്പോൾ 360-ലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് BJP. ഇപ്പോൾ തന്നെ 320-ലേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം 40 പേരെ കൂടെ മതി. അതിൽ DMKയുടെ പിന്തുണ നിർണായകവുമായി. DMK ഇന്ത്യ സഖ്യത്തിൽ ഇല്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ അടുത്ത പാർലമെന്റ് സമ്മേളനമാകുമ്പോഴേക്കും DMK വരുതിയിലാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടി ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ 22 സീറ്റ് കൂടി ആഡ് ചെയ്യപ്പെടുകയാണ്. പിന്നെ ഈ 360 തികച്ചു വേണ്ട. പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് ഹാജരാകുന്നവരുടെ 2/3 വേണ്ടി വരിക. അപ്പോൾ അതിനുള്ള തന്ത്രങ്ങൾ അതിൻ്റെ വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയല്ലേ ശരിക്കും ശ്രീ ആനന്ദ് കൊച്ചുകൂടി? തീർച്ചയായും BJP അതിന് തന്നെയാണ് അതിൻ്റെ ടൈമിംഗ് മാത്രമേ ഇനി നമുക്ക് അറിയാൻ ഇരിക്കുന്നതുള്ളൂ. ഉത്തർപ്രദേശിൽ മാത്രമാണ് ഇപ്പോൾ BJPക്ക് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അയോധ്യയിലെ വിഷയം ഒരു ചെറിയ വിഷയമല്ല. അവിടെ യോഗി ആദിത്യനാഥ് ഒരു അജയ്യനാണ് എന്ന രീതിയിൽ അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെ അയോധ്യയിലെ രാമക്ഷേത്ര സംഭാവന തന്നെ മൊത്തം തട്ടിയെടുക്കാനാണ് അവിടെ BJP അനുകൂലമായിട്ടുള്ള
ക്ഷേത്രഭരണ ട്രസ്റ്റ് VHP വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന് പൊതുജനം അറിയുമ്പോൾ അവിടെ ഇപ്പോൾ തന്നെ അത്യാവശ്യം ശക്തിയുള്ള സമാജ്വാദി പാർട്ടി അതിനെ മറ്റൊരു തരത്തിൽ യോഗി ആദിത്യനാഥിനെതിരെ തിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ശരിക്കും BJPക്ക് ഈ കാര്യത്തിൽ എപ്പോഴാണ് അത് സ്ട്രൈക്ക് ചെയ്യുന്നത്? എപ്പോഴാണ്? അടുത്ത ഉത്തർപ്രദേശും പഞ്ചാബും തെരഞ്ഞെടുപ്പിന് ശേഷമാണോ അതോ അതിനു മുൻപ് DMK വരുതിയിലാക്കിക്കൊണ്ട് 360ലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളിടത്താണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെയും നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയെയും അതുപോലെ ജഗൻമോഹൻ്റെ പാർട്ടിയെയും ഇവരെല്ലാവരും പഴയ കോൺഗ്രസ്സുകാരാണ്. ഇവരെ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഓരോ ഫാക്ഷനുകളാണ് അവർക്ക് കീഴിലുള്ളത്. മറ്റ് ഫാക്ഷൻ BJPയുടെ പാളയത്തിൽ എത്തിക്കഴിഞ്ഞു. ആ ഒരു ഫാക്ഷനായിട്ടുള്ള സ്പ്ലിൻഡറായിട്ടുള്ള ആ പാർട്ടികളെയെങ്കിലും കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് കോൺഗ്രസിനെ പഴയ കോൺഗ്രസ് ആക്കി മാറ്റുകയാണ് ശരിക്കും രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ അദ്ദേഹത്തിന് വിദേശത്തോ അല്ലെങ്കിൽ വേറെ എവിടെ അദ്ദേഹത്തിന് മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടാനുള്ളത് കൊണ്ട് അദ്ദേഹം ഇതൊന്നും കാണുന്നില്ല. ഇപ്പോൾ നേരത്തെ മഞ്ജുഷി ചോദിച്ചു ആർക്കറിയാം രാഹുൽ ഗാന്ധി എവിടെയുണ്ടെന്ന്. അതിപ്പോൾ KC വേണുഗോപാലിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. പക്ഷേ KC വേണുഗോപാൽ നമ്മളോടൊന്നും ചോദിച്ചാൽ പറയില്ല. എന്തായാലും രാഹുൽ ഗാന്ധിയെ ഇവരെല്ലാം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം ഇപ്പോഴാണ് ശരിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായത്. അതിനു മുൻപ് 10 വർഷം അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവാകാൻ പോലുമുള്ള അംഗസംഖ്യ കോൺഗ്രസിന് ഇല്ലായിരുന്നെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു പെർച്ച് ഉള്ളപ്പോൾ ഒരു പൊസിഷൻ ഉള്ളപ്പോൾ ആ ഒരു പൊസിഷനിൽ നിന്ന് അദ്ദേഹത്തിന് പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ പറ്റുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചുമതലകളിൽ നിന്ന് ഒളിച്ചോടുന്നത് തികച്ചും ദൗർഭാഗ്യകരമാണ്. കോൺഗ്രസിൻ്റെ പാർട്ടി നേതാക്കളെയൊക്കെ നമുക്ക് വെറുതെ നമുക്ക് അവരോട് സിമ്പതി കാണിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. ശരി, ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ അയോധ്യ വന്നതുകൊണ്ടാണ് അയോധ്യയിൽ ഈ കോൺഗ്രസിന് അതിനകത്തൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് അഡ്വാൻറ്റേജ് കിട്ടുന്നത് അവിടെ BJPക്ക് ഉള്ളിൽ നിന്ന് തന്നെ പ്രശ്നമുണ്ട് അല്ലേ? അതുപോലെ തന്നെ സംഘ് പരിവാറിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഈ വിഷയം വെളിയിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന് അത് നോക്കി നിന്നുകൊണ്ട് തന്നെ ആ വിഷയം ആളിക്കത്തിക്കുന്നതിൽ വിജയിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ ഇപ്പോൾ അജയ് റായിയെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അത് കോൺഗ്രസിൻ്റെ ഒരു തന്ത്രമായി കൂടായികയില്ല. ശ്രീ മഞ്ജുഷ്, ഈ കഴിഞ്ഞ 12 വർഷത്തിൽ അത് മോദി യുഗം 2014 നരേന്ദ്രമോദി യുഗം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും കാതലുള്ളൊരു വിഷയം കോൺഗ്രസിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിപക്ഷത്തിൻ്റെ മുന്നിൽ വീണ് കിട്ടുന്നത്. നോക്കൂ, രാമക്ഷേത്രം ഒരു അച്ചുതണ്ടായിരുന്നു BJPയെ സംബന്ധിച്ചിടത്തോളം. BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു പില്ലർ തന്നെയായിരുന്നു, അച്ചുതണ്ട് തന്നെയായിരുന്നു രാമക്ഷേത്ര നിർമ്മാണവും രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. അവിടെ തന്നെയാണ്, തീക്കട്ടയിൽ തന്നെയാണ് ഊറും ഭരിച്ചിരിക്കുന്നത്. അത് തീരെ ലാഘവത്തിലെടുക്കാൻ ആവില്ല. അത് BJPക്ക് നന്നായി അറിയാം. തന്ത്രശാലികളായ BJP നേതാക്കൾക്ക് ഇതേക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. അത് മാത്രമല്ല, അവർ പേടിക്കുന്നത് കോൺഗ്രസിനെ അല്ല. ഇവരാരും കോൺഗ്രസ് അല്ല ഇത് മുന്നോട്ട് കൊണ്ടുവന്നത്. ഇതിനകത്ത് ട്രസ്റ്റിനുള്ളിൽ നിന്ന് തന്നെയാണ് ഈ പൂച്ച പുറത്ത് ചാടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏറെ ഭയക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ യോഗി ആദിത്യനാഥിൻ്റെ കസേര ദുർബലമായാൽ യഥാർത്ഥത്തിൽ UPയിലെ BJP ഭരണം ഏതെങ്കിലും കാരണവശാൽ അവസാനിച്ചാൽ, നഷ്ടപ്പെട്ടാൽ ഡൽഹിയിലേക്കുള്ള വാതിലാണ് ഉത്തർപ്രദേശ്. എക്കാലത്തും ഉത്തർപ്രദേശ് ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷി ഡൽഹിയിൽ മേധാവിത്വം പുലർത്തും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇവിടെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു സാധ്യത. അത് മാത്രമല്ല, ഇപ്പം യോഗിയെ തളയ്ക്കാനാവുമോ എന്ന ചിന്ത ചിലരുടെയെങ്കിലും മനസ്സിലുണ്ട്. യോഗി വിചാരിക്കുന്നത് ഒരുപക്ഷെ അങ്ങനെയുമല്ല. തനിക്ക് ഏതെങ്കിലും കാരണവശാൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഒരു നോട്ടമുണ്ടെങ്കിൽ അങ്ങോട്ട് എത്തിപ്പറ്റണമെങ്കിൽ അവിടെ മോദിയുടെ മനസ്സിൽ ഒരുപക്ഷെ യോഗി ആവണമെന്നില്ല. ഇനി അമിത്ഷാ ആണ് എങ്കിൽ അവിടെ തനിക്കും ചിലത് ഇവിടെ തെളിയിക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് BJPക്കുള്ളിൽ തന്നെ മോദിക്ക് ശേഷം ആര് എന്ന ഒരു ചിന്ത കഴിഞ്ഞ 2 വർഷം മുൻപുണ്ടായി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.